ഞാനിന്ന് കടപ്പുറത്ത് പോയപ്പം കടപ്പുറത്ത് ഒരു രസകരമായ കാഴ്ച കണ്ടതാണ്. രണ്ട് ചെറിയ കുട്ടികൾ അവരൊരു സൈക്കിൾ ചവിട്ടി കടൽപ്പുറത്തൂടെ ഈ മണലിന്മേൽ കൂടെ വരുന്ന ആ വലിയ ദൃശ്യം, അത് എനിക്ക് കണ്ടപ്പോൾ വളരെ ആശ്ചര്യമായി തോന്നി. കുഞ്ഞുങ്ങൾക്ക് നല്ല മനസ്സും നല്ല ചിന്താഗതിയൊക്കെ കൊടുത്ത് അവരിങ്ങനെയുള്ള ആ സവാരികളിലൊക്കെ ഇഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ വളരെ പ്രയോജനകരമായ ഒരു അനുഭവമായിട്ട് തോന്നി. എവിടെ നിങ്ങൾ രണ്ടുപേരുടെ വീട്? മുത്തമ്മാവിൽ നിന്ന് ഒന്നാണോ ഇവിടെ? മുത്തമ്മാവിൽ നല്ല ദൂരമുണ്ടല്ലോ ഇവിടെ. മുത്തമ്മാവിൽ നല്ല ദൂരമുണ്ടല്ലോ ഇവിടെ വരെ, ഹൈവേ വഴി. എന്നിട്ട് ഇവിടെ വന്ന് സൈക്കിൾ ചവിട്ടിയിട്ട് നിങ്ങൾ ഉച്ചയ്ക്ക് തിരിച്ച് വീട്ടിൽ പോകും. അപ്പോൾ ഭക്ഷണമൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ പോയിട്ട് കഴിക്കും. നീ എത്രല്ല പഠിക്കുന്നത്? 9. നീയോ? 6. നീ ചേർന്ന് നിൽക്കുക. അപ്പോൾ നിങ്ങൾ ഒരാൾ 9-ലും 6-ലും. നിങ്ങൾ എല്ലാ ദിവസവും ഇവിടെ സൈക്കിൾ ചവിട്ടാറുണ്ടോ? ഉണ്ടോ? ഇതിവിടെ സൈക്കിൾ ചവിട്ടാൻ പ്രശ്നമൊന്നുമില്ല, ഈ മറിയത്തൊന്നുമില്ല. അതെ അല്ലേ? നിങ്ങൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ? ഈ കാലഘട്ടത്തിൽ കുട്ടികളൊക്കെ ഒരുപാട് തെറ്റിപ്പോകുന്ന കാലഘട്ടമാണ്. ഒരുപാട് കുഞ്ഞുങ്ങൾ ഡ്രഗ്സിനൊക്കെ അടിമയായി ലോകപ്രകാരം പഠിത്തമൊക്കെ മുടക്കി മാതാപിതാക്കളുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുത്തി പോകുന്ന ഒരു കാലഘട്ടമാണ്. ക്രിക്കറ്റും ഫുട്ബോളുമാണ്. അപ്പം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണം. നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്തി മാതാപിതാക്കൾക്ക് പോകല്ലേ, മാതാപിതാക്കൾക്ക് നല്ലൊരു സമാധാനം കൊടുക്കും. നിങ്ങളെക്കുറിച്ച് വല്ല പ്രതീക്ഷയാണ് മാതാപിതാക്കൾക്ക്. കാരണം ഇന്ന് നമുക്കറിയാം, എവിടെ നോക്കിയാലും കുഞ്ഞുങ്ങൾ ഡ്രഗ്സിന് അടിമകളാണ്. എത്രയോ കുഞ്ഞുങ്ങളെ നശിക്കുന്നത്. അപ്പോൾ അതിനൊന്നും വിധേയപ്പെട്ടു പോകുക. നമുക്കറിയാം, സ്കൂള്, കോളേജ്, ക്യാമ്പസ്, കലാലയങ്ങൾ, പരിസരങ്ങളെല്ലാം ഇഷ്ടംപോലെ ഡ്രഗ്സ് ഉണ്ട്. അതെല്ലാം വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾ ഉപയോഗിച്ചിട്ട് സ്വയം നശിക്കുക. അപ്പം നിങ്ങൾ അതിലേക്കൊന്നും വീണ് പോകാതെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെപ്പോഴും നന്നായിട്ട് പഠിക്കണം. നന്നായിട്ട് പഠിച്ച് നല്ല നിലയിലെത്തണം. ഇതൊക്കെ നല്ലതാണ്. ഈ സവാരിയൊക്കെ നല്ലതാണ്. സവാരി തിരഞ്ഞെടുക്കുന്നതൊക്കെ. ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് വന്ന ഒരു സഹോദരൻ്റെ ഒറ്റ വീലയിൽ യൂണിസൈക്കിൾ, ഒരു വീലയിലുള്ള സൈക്കിൾ ഇങ്ങനെ ചവിട്ടി കാസർഗോഡ് യാത്ര ചെയ്യുന്നില്ല. അതൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെയൊക്കെ നിങ്ങൾ നല്ല കായിക രംഗത്ത് അതുപോലെ നിങ്ങൾ ദൈവഭയത്തോടു കൂടി ലോകത്തിൻ്റെ കൂട്ടുകളിൽ നിന്നും വീണു പോകരുത്. നമ്മൾ നല്ല നിലയിൽ നല്ല ഭംഗിയായി മറ്റുള്ളവർക്ക് പ്രയോജനപരമായ നല്ല ജീവിതം കാഴ്ചവെക്കണം. ഓക്കെ, പേരെന്താന്ന് പറഞ്ഞേ? ആദിത്യൻ. വീട്ടിലാരൊക്കെയുണ്ട്? അച്ഛനമ്മയുണ്ട്. മോനായിട്ട് നീ മാത്രം? എൻ്റെ വീട്ടിലോ? അച്ഛനും അമ്മയും. പിന്നെ വേറെ ആരാ ഉള്ളത്? ഉണ്ടല്ലേ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ.